Hey my beautiful people, welcome back to One Team School. Welcome back to another informative video of The English Lab. നമ്മളൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന സമയത്ത് അതിൽ കുറേ സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്പീച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സൈൻ ലാംഗ്വേജസ് ഒഴികെ, ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും അവിടെ സ്പീച്ച് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഓർഗൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ കുറേ ഓർഗൻസ് ഉണ്ട് അല്ലേ, അതിനൊക്കെയും ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്പീച്ച് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഓർഗൻസ് ഉണ്ട്, അതിന് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. ജനറലി സ്പീക്കിംഗ് ഒരു സിമ്പിൾ വീഡിയോ, ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ അങ്ങനെ കണ്ടാൽ മതി. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കാൻ പോവാണ്, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ദാറ്റ് മീൻസ് organs of speech. That is what we are going to discuss today. Fine. Organs of speech നമുക്ക് പൊതുവെ മൂന്നായിട്ട് തിരിക്കാം. ഇത് ഇത്ര ഡീറ്റെയിൽസിന്റെ ഒന്നും കാര്യമില്ല, ബട്ട് പറയുന്നത് കൊണ്ട് ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3 സിസ്റ്റംസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം മുതൽ ആർട്ടിക്കുലേറ്ററി സിസ്റ്റം വരെ. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് ഉണ്ടല്ലോ, ശ്വാസകോശം അടങ്ങുന്ന കുറച്ച് ഓർഗൻസിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയാം. പിന്നെ മേളിലേക്ക് വരുന്ന സമയത്ത് ഫൊണേറ്ററി സിസ്റ്റം ഉണ്ട്. ഫൊണേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വോക്കൽ കോഡ്, അതായത് തൊണ്ടയില്ലേ, നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് ഓർഗൻസ് ആണ് ഫൊണേറ്ററി സിസ്റ്റം എന്ന് പറയാം. പിന്നീട് സ്പീച്ചിന്റെ പ്രൊഡക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഔട്ട് കേൾക്കുന്ന ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഓർഗൻസ് ഉണ്ട്. അതിനെയാണ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയാം. അതിൽ നമ്മുടെ ലിപ്സ് ഉണ്ട്, പല്ലുകളുണ്ട്, ടങ് ഉണ്ട്, പിന്നെ വായുടെ അകത്ത് ഇങ്ങനെ ഒരു മൾബറി പോലത്തെ ഒരു സാധനം ഉണ്ട്. നിങ്ങൾ വാ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ യൂവ്ല എന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു ഓർഗൻ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ അതിലുണ്ട്. ഇതിനെയൊക്കെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറൈറ്റ്, യെസ്. നോക്കുന്ന സമയത്ത് ബാക്കിലുള്ള ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ ഗ്രാഫിൽ കുറച്ച് ഓർഗൻസും ഉണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഫേസിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു സ്കെച്ച് വരുന്നത്. റൈറ്റ്, ഇതിൽ ഞാൻ മാർക്ക് ചെയ്ത് പോകാം. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് ലിപ്സ് ആണ്, പിന്നെ പല്ലുകളുണ്ട്. അതുപോലെ ഈ സ്പേസ് കണ്ടോ, ഇതാണ് നാക്ക്. നാക്കിന്റെ തന്നെ പല പൊസിഷൻ ഉണ്ട്. ഫ്രണ്ട് ടിപ്പ് ഓഫ് ദ ടങ് ഉണ്ട്, ബാക്ക് ഓഫ് ദ ടങ് ഉണ്ട്, പിന്നെ അതിന്റെ മിഡിൽ പൊസിഷൻ ഉണ്ട്, ബോഡി ഓഫ് ദ ടങ്, അങ്ങനെ പലതുണ്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഇത്ര പോയിന്റ് മുതൽ ഇത്ര പോയിന്റ് വരെ അങ്ങനെയല്ല, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു അനറ്റോമിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബേസിക് നമ്മളായി ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ള രീതിയിൽ ഒന്ന് ഊഹിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ടോ, ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഓർഗൻ കണ്ടോ, ഇതിനെയാണ് നമ്മൾ യൂവ്ല എന്ന് പറയാം. ഓക്കെ, യൂവ്ല. അത് വാ തുറന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് താഴേക്ക് വരുന്ന സമയത്ത് ഗ്ലോട്ടിസ് ഉണ്ട്, വിൻഡ് പൈപ്പ് ഉണ്ട്, പിന്നെ താഴേക്ക് വരുന്നതോറും ലങ്സ് ഉണ്ട്. ഈ ലങ്സിൽ വരുന്ന പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് എയർ പുറത്തേക്ക് വരുന്നതും പിന്നീട് സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത്ര ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനാറ്റമി ഓഫ് ദി ഓറൽ ക്യാവിറ്റി ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ വായയുടെ അകത്ത് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വായിലുള്ള ഓർഗൻസിന്റെ ഒക്കെ ഒരു പൊസിഷനിങ് എങ്ങനെയാണ്. ഇതാണ് നാക്ക്. ഈ നാക്കിൽ തന്നെ നാക്കിന്റെ എഡ്ജ് ഉണ്ട്, ബോഡി ഓഫ് ദ ടങ് പറയാൻ പറ്റും, പിന്നെ ബാക്ക് ഓഫ് ദ ടങ്, അങ്ങനെ കുറേ പൊസിഷൻ ഉണ്ട്. പിന്നെ പല്ല്. ഈ പല്ല് അല്ലെങ്കിൽ ചുണ്ടിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പീച്ച് പ്രൊഡക്ഷനിൽ, സൗണ്ട്സ് ഉണ്ടാക്കുന്നതിന്. ഇംഗ്ലീഷിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പ് എന്നുള്ള സൗണ്ട് അല്ലെങ്കിൽ ബ് എന്നുള്ള സൗണ്ട്, ബ് ഒക്കെ ബൈലേബിയൽ സൗണ്ട്സ് ആണ്. എന്താണ് ബൈലേബിയൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ? 2 ചുണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന സൗണ്ട്, പ് ബ്. ഓക്കെ, ഇപ്പോൾ ഫ് വ് എന്ന് പറയുന്ന സൗണ്ട് വേറെയാണ്. ഒരു ചുണ്ടും താഴത്തെ ചുണ്ടും പല്ലുമാണ്, ലേബിയോ ഡെന്റൽ സൗണ്ട് ആണ് ഫ് വ്. അങ്ങനെയുള്ള ഓരോ സൗണ്ടിനും ഓരോ മാനറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഓർഗൻ യൂസ് ചെയ്തിട്ടായിരിക്കും അത് പറയുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഓരോ പൊസിഷൻ ടച്ച് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുക സൗണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ടങ്ങിന്റെ പൊസിഷൻ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബട്ട് സ്റ്റിൽ ടിപ്പ് ഉണ്ട്, ബ്ലേഡ് ഉണ്ട്, ലൈക്ക് ബാക്ക് ഓഫ് ദ ടങ് ഉണ്ട്, ബോഡി ഓഫ് ദ ടങ് ഉണ്ട്, അങ്ങനെ കുറേ പൊസിഷനിങ് ഉണ്ട്. ഇതൊക്കെയും കൂടിയിട്ടാണ് നമ്മൾ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും സൗണ്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ലാംഗ്വേജസിലുള്ള സൗണ്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. If it is useful for you, please do subscribe to One Team School, Future's favorite tuition hub. I'll come back with another informative video through The English Lab. Till then, this is me, Harry, signing off. Have a happy learning.